ഹലോ കൂട്ടുകാരെ, ഓണൊക്കെ അടുക്കാറായില്ലേ? അപ്പോൾ നമുക്ക് നല്ലൊരു മാവേലി വരച്ചല്ലോ. പെൻസിൽ ഡ്രോയിങ് കേട്ടോ, ഫുള്ളായിട്ട് പെൻസിൽ ഷെയ്ഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് മാവേലി വരക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓണാഘോഷ പരിപാടിക്കൊക്കെ നമുക്ക് ഫസ്റ്റ് അടിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രമാണ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ചെയ്താൽ 100% നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായിട്ട് നമുക്ക് മാവേലിയുടെ കിരീടം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കിരീടത്തിൻ്റെ മുകളിലത്തെ ആ ഒരു പോർഷൻസ് വരച്ചു. പിന്നെ നമുക്ക് താഴത്ത് വരുന്ന ആ കിരീടത്തിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിലത്തെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വരക്കാം. ചെറിയ ചെറിയ ബോർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട് കിരീടത്തിന്. പിന്നെ മുകളിലേക്ക് നിൽക്കുന്ന ആ ചെറിയൊരു ഡിസൈൻസും ഞാനവിടെ കൊടുത്തു. പിന്നെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഡിസൈൻസും ഞാൻ വരക്കുന്നുണ്ട്. ഔട്ട്ലൈൻസ് കറക്റ്റായിട്ട് വരക്കുന്നുണ്ട്. പിന്നെ ഉള്ളിൽ ചെറിയ ചെറിയ റൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ റൗണ്ട് കൊടുത്തു. പിന്നെ നമുക്കിവിടെ ചെറിയൊരു ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് ചെറിയ ചെറിയ വരകളിടാം. അപ്പോൾ നമുക്ക് നോർമൽ ഒരു ഇത് കിരീടത്തിൻ്റെ ഇത് കിട്ടി. നമുക്ക് ബാക്കിൽ വരുന്ന ആ ഒരു പോർഷൻസ് വരക്കാം. ജസ്റ്റ് രണ്ട് കർവ് വരക്കുക. എന്നിട്ട് രണ്ട് സൈഡിലും വരക്കുക. രണ്ട് സൈഡിലും നമുക്ക് വേണം കർവ് വരക്കാം. ബോർഡറായിട്ട് രണ്ട് വര കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ചെറിയ ചെറിയ ഡിസൈൻസ് കൊടുക്കാം. കൂർപ്പിച്ച് നിൽക്കുന്ന ചെറിയ ചെറിയ ലീഫ് മാതിരി ഓരോരോ പോർഷൻസ് നമുക്ക് വരച്ചെടുക്കാം ഫുള്ളായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കിരീടത്തിൻ്റെ ഒരു ഫിഗർ കിട്ടി. ഇനി നമുക്ക് മാവേലിയുടെ ഫേസിലേക്ക് പതിയെ പോകാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഞാൻ ഇവിടെ മുടിയുടെ പോർഷൻസാണ് വരക്കുന്നത്. ആ കൃതാവ് ഒന്ന് വരക്കുന്നുണ്ട്. പിന്നെ ചെവി ഒന്ന് ജസ്റ്റ് വരച്ചു. പിന്നെ താഴോട്ട് നിൽക്കുന്ന ആ ഒരു കാതിലും ജസ്റ്റ് ഒന്ന് വരക്കാം. അപ്പോൾ കാതിൽ നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി പാറി നിൽക്കുന്ന ആ ഒരു മുടിയുടെ പോർഷൻസും നമുക്ക് വരക്കാം. സെയിം ഇവിടെ ഫേസിൻ്റെ ഒരു ഉണ്ട ഒരു ഫേസ് നമുക്കൊന്ന് വരച്ചെടുക്കാം. പിന്നെ മുകളിലത്തെ ആ ചെറിയൊരു ഗോപിക്കുറി ഒന്ന് വരച്ചു. പിന്നെ രണ്ട് പിരികവും നമ്മൾ വരച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ കണ്ണുകൾ വരക്കാം. രണ്ട് കണ്ണുകളും നമ്മൾ ഇവിടെ വരക്കുന്നുണ്ട്. കൃഷ്ണമണി വരച്ചു. ലെഫ്റ്റ് സൈഡിലെ കണ്ണും നമുക്ക് വരക്കാം. വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കൃഷ്ണമണി ജസ്റ്റ് ഒന്ന് വരച്ച് വിടുക. ഓക്കെ, നമുക്കിപ്പോൾ കണ്ണൊക്കെ ചെറിയ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂക്കൊന്ന് വരച്ചെടുക്കാം. കണ്ണ് വരച്ചു. ഇനി നമുക്ക് മൂക്ക് പതിയൊന്ന് വരക്കാം. മൂക്ക് ചെറുങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കൊമ്പൻ മീശ വരക്കാം കേട്ടോ. രണ്ട് സൈഡിലും പൊങ്ങി നിൽക്കുന്നൊരു കൊമ്പൻ മീശ ഒന്ന് വരച്ചിടുക. ഒക്കെ ചെറുങ്ങനെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുണ്ട് വരക്കാം. ലിപ്പ് ഒന്ന് വരയ്ക്കുന്നുണ്ട്. ലിപ്പും നമുക്ക് റെഡിയായി. ഇനി നമുക്ക് താടി ഭാഗം ഒന്ന് വരക്കാം. ആ ഫേസ് ഒരു ഉണ്ട ഫേസ് ഒന്ന് വരച്ചിടാം. ഫേസും നമുക്ക് പതിയെ പതിയെ വരക്കുന്നുണ്ട്. ഫേസും നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പാറി നിൽക്കുന്ന മുടിയും വരക്കുക. ഇപ്പോൾ നമുക്ക് ഒരു കാതിലും വരച്ചു. ഇപ്പോൾ നമുക്ക് ഫേസ് ഒരു ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് താഴോട്ട് വരുന്ന പോർഷൻസ് വരക്കാം. കഴുത്ത് ജസ്റ്റ് ഒന്ന് വരക്കുക. കഴുത്ത് വരച്ചു. ഇനി നമുക്ക് മാവേലിയുടെ ആഭരണങ്ങൾ വരക്കാം. ഓരോരോ മാലകൾ വരക്കാം കേട്ടോ. ആദ്യമായിട്ടൊരു മാല ഞാൻ വരക്കുന്നുണ്ട്. പിന്നെ താഴോട്ടേക്കുന്ന അടുത്ത സെക്കൻഡ് മാല ഞാൻ വരയ്ക്കുകയാണ്. ചെറിയ ചെറിയ റൗണ്ട്സ് ഇടുക. ചെറിയ ചെറിയ റൗണ്ട് ഇട്ടിട്ട് ഫുള്ളായിട്ട് നമുക്കൊരു ഫസ്റ്റ് ഞാൻ ഒരു ബേസായിട്ട് ലൈൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമുക്കിവിടെ സർക്കിൾ വരയ്ക്കേണ്ടത്. എന്നിട്ട് നമുക്ക് അടുത്ത മൂന്നാമത്തെ മാലയും വരയ്ക്കുക. മൂന്നാമത്തെ മാലയും ജസ്റ്റ് ഒരു ഔട്ട്ലൈൻസ് ഇടുക. ബോർഡർ ഇങ്ങനെ ജസ്റ്റ് ഞാൻ വരച്ച് വിടുന്നുണ്ട്. വരച്ച് വിട്ടതിന് ശേഷം താഴത്തൊക്കെ ചെറിയൊരു റൗണ്ട് സർക്കിൾ ഇടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലും ചെറിയൊരു റൗണ്ട് ഇട്ടു. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ ആ കുടയുടെ ഒരു പിടി വരക്കാം. മാവേലി പിടിച്ചിട്ടുള്ള കുടയുടെ പിടി ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലത്തെ ആ ക്ലോത്തിൻ്റെ പോർഷൻസ് വരക്കാം. മാവേലി ഉടുത്തിരിക്കുന്ന ക്ലോത്തിൻ്റെ പോർഷൻസ് ജസ്റ്റ് വരച്ചു. പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് വരക്കുക. രണ്ട് ചെസ്റ്റ് ഒന്ന് ജസ്റ്റ് വരക്കുന്നുണ്ട്. ചെസ്റ്റ് വരച്ച് വിട്ടു രണ്ട് സൈഡും. ഇനി നമുക്ക് കുടലിൻ്റെ ഭാഗം വരക്കാം. നല്ലൊരു കുമ്പക്കുടൽ വരക്കുക രണ്ട് സൈഡിലും. കുമ്പക്കുടൽ നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പിടിയുടെ ഭാഗം ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്. പിന്നെ കൈ ഒന്ന് വരക്കാം. കൈവിരൽ ഇതിൻ്റെ പിടിച്ച് നിൽക്കുന്ന ഓരോരോ വിരൽ നമുക്ക് വരക്കാം. കുട പിടിച്ചിരിക്കുന്ന വിരൽ ഫോൾഡിങ് ആയിട്ട് കാണിക്കണം. 1 2 3 4. പിന്നെ ഇവിടെ ഒരു ചൂണ്ടുവിരലും വരക്കാം. മുകളിലൊന്ന് ജസ്റ്റ് ഒരു ചൂണ്ടുവിരൽ വരക്കാവുന്നതാണ്. വെയിറ്റ്, അവിടെ ലെഫ്റ്റ് സൈഡിൽ ജസ്റ്റ് ചൂണ്ടുവിരലും വരച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ കൈയുടെ ഒരു ആകൃതി കിട്ടിയിട്ടുണ്ട്. ഇനി താഴോട്ടേക്ക് ജസ്റ്റ് വരച്ചു വിടുക. പിന്നെ ഒരു വള വരക്കുക. കയ്യിലിട്ടിരിക്കുന്ന ഒരു വള ഒന്ന് വരക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ലോത്തിൻ്റെ ഭാഗം വരക്കുക. ജസ്റ്റ് ഒന്ന് ലൈൻ ഇട്ടിട്ട്
പിന്നെ ഫോൾഡിങ് ആയിട്ടുള്ള കൈയൊന്ന് നമുക്കിവിടെ കാണിക്കാം ചിത്രത്തിലൂടെ. ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് വരക്കുന്നുണ്ട്. പതിയെ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ കൈയും നമുക്ക് കുട്ടപ്പനായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ക്ലോത്ത്, ആ പാറ നിൽക്കുന്ന ക്ലോത്തും ജസ്റ്റ് ഒന്ന് വരച്ചു വിടുക. താഴത്തേക്ക് പതിയെ പതിയെ ഒന്ന് വരക്കുക ക്ലോത്ത്. ജസ്റ്റ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലത്തെ ക്ലോത്തും ജസ്റ്റ് ഒന്ന് വരച്ചു വിടുക. ഇവിടെ വരക്കുന്നത് ഞാൻ ആർട്ട്ലിൻ എന്ന പെൻസിലാണ് ഉപയോഗിക്കുന്നത്, 2B പെൻസിൽ. പിന്നെ നമ്മുടെ കൈ ഒന്ന് വരക്കാം. കൈയിൻ്റെ പോർഷൻസൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ കൈ അരക്കെട്ടിന് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു പോർഷൻസാണ് ഇവിടെ വരക്കുന്നത്. അപ്പോൾ കൈയുടെ ആ പോർഷൻസ് ജസ്റ്റ് വരക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു കൈവള വരക്കുന്നുണ്ട്. പിന്നെ കൈയുടെ വിരൽ വരക്കാം. വയറിനിങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു പോർഷൻസാണ് വരക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2, 3, 4 വിരൽ ഇവിടെ കാണിക്കുക. ഓക്കെ. പിന്നെ ഒരു 5ാമത്തെ ചെറിയൊരു ചൂണ്ടുവിരലും കാണിക്കുന്നുണ്ട്. സോറി, തള്ളവിരൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ താഴോട്ട് വരുന്ന ആ മാവേലി ഉടുത്തിരിക്കുന്ന ഉടയാട ജസ്റ്റ് വരക്കാം. താഴോട്ടിരിക്കുന്ന ജസ്റ്റ് പിന്നെ ഒരു പൊക്കിളൊന്ന് വരച്ചിട്ടുണ്ട്. പിന്നെ താഴോട്ടിരിക്കുന്ന ഒന്ന് പൂണുനൂല് വരച്ചു. പൂണുനൂല് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ താഴോട്ട് വരുന്ന ക്ലോത്തിൻ്റെ പോർഷൻസ് വരക്കാം. ജസ്റ്റ് പാറി നിൽക്കുന്ന ക്ലോത്ത്, അതുപോലെ തന്നെ ബാക്കി വരുന്ന പോർഷൻസും ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻസിൽ കാണിക്കുക. ജസ്റ്റ് ഇവിടെ കരയൊന്ന് വരച്ചു. പിന്നെ മടക്കുകൾ ജസ്റ്റ് ഒന്ന് വരച്ചു വിടുക. ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്. പിന്നെ താഴോട്ടേക്ക് നിൽക്കുന്ന ആ ക്ലോത്തിൻ്റെ പോർഷൻസും നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു വിടുക. ഇവിടെ പാറിക്കുന്ന 2 ഡ്രസ്സിൻ്റെ പോർഷൻസും നമ്മൾ വരക്കുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലെ പോർഷൻസും നമ്മൾ കറക്റ്റായിട്ട് ആ പാറി നിൽക്കുന്ന ഒരു ആംഗിളിൽ നമുക്കിവിടെ വരക്കാം. ഓക്കെ. നമുക്കിവിടെ 3 ആ ഒരു ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂംസും നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. തന്നെ താഴോട്ട് നിൽക്കുന്ന ആ ഒരു പോർഷൻസും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഇവിടെ ബോർഡർ കൊടുത്തു. പിന്നെ ഇവിടെ മടങ്ങി നിൽക്കുന്ന ആ ഒരു പോർഷൻസാണ് ഇവിടെ കാണിക്കുന്നത്. മടക്കുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ കാണിക്കുക. കറക്റ്റായിട്ട് മടക്കിൻ്റെ ഒരു ക്ലോത്തായിട്ട് കാണിക്കുക ഇവിടെ. പിന്നെ നമ്മുടെ ലൈൻസ് ഇട്ട് കാണിക്കുന്നുണ്ട്. ആ ചുളിവുകളൊക്കെ ജസ്റ്റ് ലൈൻസ് ഇട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ താഴോട്ടേക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു. പിന്നെ റൈറ്റ് സൈഡത്തിലെ ആ മടക്കുകളും ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കാൽ ഭാഗത്തിലേക്ക് കിടക്കാം. ജസ്റ്റ് ഒന്ന് കാലിൻ്റെ ഒരു പോർഷൻസ് വരക്കുക. എന്നിട്ട് നമ്മുടെ ചെരുപ്പൊന്ന് വരക്കുക. ഇട്ടിരിക്കുന്ന ചെരുപ്പും ജസ്റ്റ് നല്ല ഒരു അടിപൊളിയായിട്ട് വരക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് നമുക്കിവിടെ വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഔട്ട്ലൈൻസ് ഒക്കെ ക്ലിയർ ആയി. ഇനി നമുക്ക് ഷെയ്ഡിങ്സ് എടുക്കാം. ഷെയ്ഡിങ്സിൽ ഞാൻ എടുക്കുന്നത് 6B പെൻസിലാണ്. 6B ആർട്ട്ലിൻ പെൻസിൽ എടുത്തിട്ട് ഞാനിവിടെ ഓരോരോ ഭാഗമായിട്ട് ഷെയ്ഡ് ചെയ്യാണ്. ആദ്യമായിട്ട് നമ്മളുടെ കിരീടത്തിൻ്റെ ഷെയ്ഡിങ്സ് കിടക്കുകയാണ്. എപ്പോഴും നമ്മൾ ഡാർക്ക് നിന്ന് ലൈറ്റിലേക്കായിട്ട് ഷെയ്ഡ് ചെയ്യുക. നമ്മൾ ഉൾഭാഗത്തൊക്കെ ജസ്റ്റ് ഡാർക്കൻ ചെയ്യുന്നുണ്ട്. ബാക്കി ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് ബോർഡർ ഇട്ട് ഒന്ന് കറുപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് ഔട്ട്ലൈൻസ് ഇട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ മുടി ഭാഗമൊക്കെ നമുക്ക് നല്ലപോലെ ഡാർക്കൻ ചെയ്യാം. ഫുള്ളായിട്ട് നമുക്കിവിടെ ഹെയർ ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് ഡാർക്കൻ ചെയ്ത് വിടുക. അപ്പോൾ ഓണാഘോഷ പരിപാടിക്കൊക്കെ നിങ്ങൾ ഈ ഒരു ചിത്രം വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് LP UPക്കൊക്കെ നമുക്ക് നോർമലി നമുക്ക് ഇഷ്ടമുള്ള വിഷയമായിരിക്കും വരക്കാൻ തരിക. ഹൈസ്കൂളിൽ മാക്സിമം ടോപ്പിക് ഉണ്ടാകും. ഓണാഘോഷ കാഴ്ചകൾ, അതുപോലത്തെ എന്തെങ്കിലും സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും കിട്ടുക. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും വരച്ചാൽ കൂടെ നിങ്ങൾക്ക് ഷെയ്ഡിങ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ഒരു റിസൾട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ മാലയൊക്കെ വരക്കുന്നുണ്ട്. ഷെയ്ഡിങ്സിലൂടെ കറക്റ്റായിട്ട് ഇവിടെ ഡാർക്കൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു മാല ഞാൻ വൈറ്റ് ആയിട്ട് വിടുകയാണ്. ബാക്കി ഉൾഭാഗത്ത് നിന്ന് ജസ്റ്റ് ഷെയ്ഡിങ്സ് ചെയ്ത് വിടുക. പിന്നെ ഇവിടെ കുടയൊന്ന് ജസ്റ്റ് ഒന്ന് വരക്കാം. കുടയുടെ ഔട്ട്ലൈൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ മുകൾ വശത്തെ ആ പോർഷൻസും വരക്കുന്നുണ്ട്. പിന്നെ ഷെയ്ഡ് ചെയ്യുക. ഫുള്ളായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് വിടുക. പിന്നെ ഉൾഭാഗത്തെ ഡീറ്റെയിൽസും ജസ്റ്റ് വരച്ച് വിടുക, കുടയുടെ ഭാഗം. പിന്നെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് ഷെയ്ഡിങ് ചെയ്യുക. ഫുള്ളായിട്ടൊന്ന് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. പിന്നെ ഈ ഒരു പോർഷൻസ് നല്ല ഡാർക്കൻ ചെയ്യുക. ആ ബോർഡറൊക്കെ ജസ്റ്റ് കാണിക്കുക. പിന്നെ മുകൾ വശത്തെ ഏരിയാസും ജസ്റ്റ് ഒന്ന് വരച്ചിടുക. പിന്നെ ഉള്ളിലത്തെ ആ ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്ത് കാണിക്കുക. പിന്നെ ഉൾഭാഗത്ത് ചെറിയൊരു ഡാർക്കൻ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ മാലയൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഡീറ്റെയിൽസ് ആയിട്ട് വരക്കുന്നുണ്ട്. ആ മാലയൊന്ന് കറക്റ്റായിട്ട് പതിയെ വരക്കുന്നുണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗം ജസ്റ്റ് ഡാർക്കൻ ചെയ്യുക. പിന്നെ കുടയുടെ പോർഷൻസും ജസ്റ്റ് ഡാർക്കൻ ചെയ്യുക. പിന്നെ ഇവിടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ലൈറ്റ് ഷെയ്ഡും കൊടുക്കുക ഫുള്ളായിട്ട്. ഇവിടെ ഹാച്ചിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ലൈൻസ് ഇട്ടുള്ള ഷെയ്ഡിങ്സ് ആണ് മാക്സിമം ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ പെട്ടെന്ന് തീർക്കാനുള്ള ഷെയ്ഡിങ്സ് മെത്തേഡാണ് ഈ ഹാച്ചിങ് മെത്തേഡ്. അപ്പോൾ ഇവിടെ
കുടയുടെ പോർഷൻസൊക്കെ വരക്കുന്നുണ്ട്, വാളയുടെ പോർഷൻസും, അതുപോലെ തന്നെ താഴോട്ട് നിൽക്കുന്ന ആ ക്ലോത്തിൻ്റെ പോർഷൻസ്, പിന്നെ അതുപോലെ തന്നെ കൈയുടെ പോർഷൻസ് ജസ്റ്റ് ഷെയ്ഡിങ്സ് ചെയ്യുക, ഡാർക്കെന്ന് ലൈറ്റിലേക്ക് എന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഇവിടെ ക്ലോത്തൊക്കെ ഞാൻ ഇവിടെ നോക്കുക, ഡാർക്കെന്ന് ലൈറ്റിലേക്ക്, അതുപോലെ ബോർഡർ കരയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷൻസ് ജസ്റ്റ് ഡാർക്കൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലത്തെ ക്ലോത്തും നമ്മളിവിടെ ലൈറ്റ് ഷെയ്ഡിങ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ലൈറ്റായിട്ട് കൊടുക്കണം, അധികം ഷെയ്ഡിങ്സും ചെയ്യാൻ പാടില്ല. ലൈറ്റ് ഷെയ്ഡിങ് എവിടെയൊക്കെയാണ് ലൈറ്റ് അടിക്കുന്നത് ആ ഒരു പോർഷൻസൊക്കെ ലൈറ്റായിട്ട് കാണിക്കണം. അപ്പോൾ ഇവിടെ ക്ലോത്തിൻ്റെ പോർഷൻസും ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്. താഴോട്ട് നിൽക്കുന്ന അവിടെയൊന്നും ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കരയൊന്ന് ജസ്റ്റ് ഷെയ്ഡിങ്സ് ചെയ്യാം, ഡാർക്ക് എന്ന ലൈറ്റിലേക്ക്. പിന്നെ താഴോട്ട് വരുന്ന ആ കരയൊക്കെ ജസ്റ്റ് ഷെയ്ഡിങ്സിലൂടെ നമുക്ക് കാണിക്കാം. വളഞ്ഞു നിൽക്കുന്ന ഷെയ്ഡിങ്സിലൂടെ കറക്റ്റായിട്ട് ഹാച്ചിങ് മെത്തേഡ് വഴി ഇവിടെ ലൈൻസ് ഇട്ടിട്ട് അടുത്തടുത്ത് ലൈൻസ് ഇട്ടിട്ട് ചെയ്യുകയാണ് മെത്തേഡാണിത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്കിവിടെ റിസൾട്ട് കിട്ടുന്നുണ്ട്. താഴെ ബോർഡറൊക്കെ കൊടുക്കുക, പിന്നെ കാലിൻ്റെ പോർഷൻസും ജസ്റ്റ് ഷെയ്ഡിങ് ചെയ്യുക. പിന്നെ ഇവിടെ ആ ചെരുപ്പിൻ്റെ ഭാഗം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഷെയ്ഡിങ്സ്